ടിക്കഥ 13 ബിസ്ക്കറ്റ് സ്ട്രീറ്റ് ദ ടെയിൽ ഓഫ് ചീഫ് ബ്രൂണോ. നായ്ക്കൾ മാത്രം താമസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ബാഗ്സ് വില്ലെ. അവർ സംസാരിക്കുന്നു, സ്കൂട്ടർ ഓടിക്കുന്നു, കോഫി ഷോപ്പിൽ കോഫി കുടിക്കുന്നു. ഇതെല്ലാമായിരുന്നു അവിടുത്തെ കാഴ്ചകൾ. ബിസ്ക്കറ്റ് സ്ട്രീറ്റിൽ ഒരു ജർമ്മൻ ഷെപ്പേർഡ് നായ ഉണ്ടായിരുന്നു. അവനാണ് ചീഫ് ബ്രൂണോ. അവനാണ് അവിടുത്തെ എല്ലാം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാവിലെ മിസ് ട്രേസി എന്ന ഫാഷനബിൾ ബീഗിൾ വന്ന് അവനോട് പറഞ്ഞു, ബ്രൂണോ, അത് വീണ്ടും സംഭവിച്ചിരിക്കുന്നു. ബ്രൂണോ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? അവൾ കയ്യിലുള്ള ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഇതാ വീണ്ടും മിഡ് നൈറ്റ് ചൂവർ ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നു. ഇവനിതാ വീണ്ടും ടോയ്സ് എല്ലാം മോഷ്ടിച്ചു തുടങ്ങി. അതെ, ബാഗ്സ് വില്ലയിൽ കുറെ നാളുകളായി രാത്രികാലങ്ങളിൽ ടോയ്സ് എല്ലാം മോഷണം പോകുന്നു. അതറിഞ്ഞ പാടെ തന്നെ ബ്രൂണോ അവന്റെ സംഘത്തെ വിളിച്ചുകൂട്ടി. മോച്ച, ടാങ്ക്, ലൂണ ഇവരെല്ലാവരും കൂടി അവിടെയുള്ള ആളുകളോട് കാര്യങ്ങൾ തിരക്കി. അങ്ങനെ ഇരിക്കെ പാർക്കിൽ വെച്ച് ടാങ്ക് അത് കണ്ടു. കുറച്ച് ബ്രെഡ് ക്രംസ് അത് കാടിനുള്ളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതൊരു സൂചനയായി അവർക്ക് തോന്നി. പെട്ടെന്ന് മോച്ച അത് കണ്ടു. ഒരു ട്രാഷ് ബിന്നിനടുത്തായി ഒരു പട്ടിക്കുട്ടി. അത് ഭയങ്കര വിചിത്രമായി അവൾക്ക് തോന്നി. അവരോട് അവൾ വേഗം തന്നെ വിവരമറിയിച്ചു. അവരെല്ലാവരും ആ പറഞ്ഞ സ്ട്രീറ്റിനരികിലെത്തി. അവിടെ അവർ പാർക്കിൽ കണ്ട അതേ ബ്രെഡ് ക്രംസ് കണ്ടു. അതിന്റെ മണം പിടിച്ച് അവർ നടന്നപ്പോൾ അവർ ചെന്നെത്തിയത് ആ ട്രാഷ് ബിന്നിലായിരുന്നു. അവിടെ വെച്ച് അവരൊരു നായ്ക്കുട്ടിയെ കണ്ടു. അവനെ ഇവരെ കണ്ടതും അവൻ പറഞ്ഞു, ഞാനാണ് പീപ്പ്, എന്നെ ഒന്നും ചെയ്യരുത്, എനിക്ക് ആരുമില്ല. ഞാൻ അടുത്തുള്ള ടൗണിലായിരുന്നു താമസം. അവിടെ കുറെ നായ്ക്കൾ എന്നെ പിടിക്കാൻ വന്നു. ഞാൻ രക്ഷപ്പെട്ടു ഓടിക്കേറിയതാണ് ഇവിടെ. ബ്രൂണോ അവന്റെ കഥ മുഴുവനും കേട്ടു. അങ്ങനെ ബ്രൂണോയും അവിടെയുള്ള ടൗണിലെ ആൾക്കാരും കൂടി അവനോട് ഇവിടെ കൂടാനായിട്ട് പറഞ്ഞു. ചെറിയ ജോലി എന്തെങ്കിലും ചെയ്ത് ഇവിടെ തന്നെ കൂടാനായിട്ട് അവൻ സമ്മതം കൊടുത്തു. അങ്ങനെ എല്ലാവരും കൂടി പിപ്പിന് ഒരു ബേക്കറി തുറക്കാൻ സഹായിച്ചു. അവന് വളരെ സന്തോഷമായി. അവൻ അവരിൽ ഒരാളായി അവിടെ തന്നെ കൂടി. ഏത് ജീവിക്കും സ്നേഹവും സ്വീകാര്യതയും ആവശ്യമാണ്. മനസ്സിലാക്കാനും സഹായിക്കാനും പഠിക്കൂ കൂട്ടുകാരെ. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ബൈ കൂട്ടുകാരെ.